മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് ലോട്ടറി അടിക്കണം നമ്മൾ മനസ്സിൽ വിചാരിക്കും. കൂടുതൽ ആൾക്കാരും പ്രയോഗിക്കുന്ന ഒരു ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ ജോസഫ് മാർഫിയുടെ സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അദ്ദേഹം ലോട്ടറി അടിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരും. എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കുകയാണ്. നമ്മൾ സങ്കല്പിക്കുകയാണ്, ആ ദേവതകളെ സങ്കല്പിക്കുകയാണ്. ആ ദേവതകൾക്ക് റേഡിയസ് ഇത്ര വേണം, അല്ലെങ്കിൽ അതൊക്കെ അവിടെ ആ ഗ്രാമദേവതയായിരിക്കും. താന്ത്രിക വിധികൾ ശരിക്കും സങ്കല്പശക്തിയാണ്. പക്ഷെ അവിടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് ഉപാസനാമൂർത്തികളാണ്. അതുകൊണ്ട് തന്നെ അതിൽ റിസൾട്ടുകൾക്ക് പെർസെൻറ്റേജ് കൂടുതലാണ്. ശ്രീനിവാസ പൈ സാർ, നമസ്കാരം സാർ. ഈ സങ്കല്പശക്തി തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതോ രണ്ടാണോ? രണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. ലോ ഓഫ് അട്രാക്ഷൻ്റെ വേറൊരു രൂപമാണ് സങ്കല്പശക്തി. ഇതിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ക്ലാസ്സുകൾക്കും പോയിട്ടുണ്ട്. സങ്കല്പശക്തിയുടെ ഇപ്പോൾ ഇതിൽ പോകുമ്പോൾ സങ്കല്പശക്തിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ പൂജകൾ നമ്മൾ ചെയ്യുന്ന, പാരമ്പര്യമായിട്ട് ചെയ്യുന്ന പൂജകളുണ്ടല്ലോ, വൈദിക താന്ത്രിക വിധികൾ ശരിക്കും സങ്കല്പശക്തിയാണ്. പക്ഷേ അവിടെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് ഉപാസനാമൂർത്തികളാണ്. അതുകൊണ്ട് തന്നെ അതിൽ റിസൾട്ടുകൾക്ക് പെർസെൻറ്റേജ് കൂടുതലാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് ലോട്ടറി അടിക്കണം നമ്മൾ മനസ്സിൽ വിചാരിക്കും. കൂടുതൽ ആൾക്കാരും പ്രയോഗിക്കുന്ന ഒരു ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ ജോസഫ് മാർഫിയുടെ സബ് കോൺഷ്യസ് മൈൻഡ്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അദ്ദേഹം ലോട്ടറി അടിക്കാനുള്ള ടെക്നിക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് ലോട്ടറി അടിക്കാൻ ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിലൊക്കെ പേപ്പർ വായിച്ച് വരുന്ന സമയത്ത് അന്ന് 1 രൂപ എന്താണ്ടോ ലോട്ടറി, അതിന് 1 ലക്ഷം രൂപ തന്നെയാണ്ടോ സമ്മാനം. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ 80 വയസ്സ്. ഞാൻ 5 പഠിക്കുമ്പോഴാണ് പ്രസിദ്ധ സിനിമാടൻ ജയൻ സാറ് കോളിലൊക്കെ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്ന ആ സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് എന്തോ പിള്ളയോ ഗോപാലപിള്ളയോ അങ്ങനെ എന്തോ ഒരാളുടെ പേരിൽ അദ്ദേഹത്തിന് ലോട്ടറി ഫസ്റ്റ് പ്രൈസ് വന്നതിൻ്റെ ന്യൂസ് വായിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഗുരുവായൂരപ്പനെ ഭജിച്ചു. ഈ ലോട്ടറിക്കാരെ സാമ്പത്തികമായിട്ട് ഇതായിട്ട് എനിക്ക് ഈ ലോട്ടറി അടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ ആരാധിച്ച് ആ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹമാണ് ആ ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോഴും പല ആൾക്കാരും ക്ഷേത്രങ്ങളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനയായിട്ട് ബന്ധപ്പെടുത്തി ലോട്ടറി എടുക്കുന്നുണ്ട്. അവർക്ക് അത് വെച്ചിട്ട് ആ റിസൾട്ട് കിട്ടി അവിടെ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതൊരു സങ്കല്പശക്തിയാണ്. അത് നടക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ വേറെ ആൾ അതിനേക്കാളും കൂടുതൽ ഓഫർ വെച്ച് ഇത് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നു ചേരുന്നു. എവരി ആക്ഷൻ ദെയർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇത് പ്രവർത്തിക്കുകയാണ്. നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നു പ്രവർത്തിക്കുക. ജോലി കിട്ടാനാകട്ടെ, വിദേശത്ത് പോകാനാകട്ടെ, വീടുണ്ടാക്കാനാകട്ടെ, അങ്ങനെ മനഃശക്തി, മൈൻഡ് പവറൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ സങ്കല്പശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ അനുഭവം ഉള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിനുള്ളിൽ 10-15 വർഷത്തിനുള്ളിലുള്ള ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ നേരിട്ടറിഞ്ഞത്, ഒരു കുടുംബ ഓഹരി വിഹിതം വെച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഇവർക്ക് ഓഹരികളുണ്ടായിരുന്നു. അതിലെ കുറച്ച് വിലപേശി വാങ്ങിക്കാൻ കഴിയാത്ത ഒരു സഹോദരന് അല്പം കൂടുതൽ സ്ഥലം കൊടുത്തു. അത് പക്ഷേ കൊടുത്തത് ചതുപ്പ് നിലമായിരുന്നു, ഒന്നിനും കൊള്ളാത്ത ചതുപ്പ് നിലമായിരുന്നു. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ഏക്കറുകളാണ്, 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ. ബാക്കിയുള്ളവർ 1 ഏക്കർ എടുത്തപ്പോൾ ഇദ്ദേഹത്തിന് 1.5 ഏക്കർ കൊടുത്തു കാണും. അപ്പോൾ ഇദ്ദേഹത്തിന് മക്കളും ഇത് പ്രായമില്ല. ഇദ്ദേഹത്തിന് അവരോട് മല്ലിട്ടിട്ട് എനിക്കത് പോരാന്ന് പറയാൻ ബാർഗൈനിങ് കപ്പാസിറ്റി ഇല്ലാത്ത ആളാണ്. പുള്ളിയുടെ ഭാര്യയ്ക്ക് അങ്ങനെയില്ല. ഇദ്ദേഹം ലാസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനോട് പറയാം, ദൈവമേ ഇതിനായിട്ടൊരു വഴി. ഒന്നും ചെയ്യാൻ പറ്റുക, കൃഷി പോലും ചെയ്യാൻ പറ്റുകയില്ല ആ സ്ഥലം. അദ്ദേഹം ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥിച്ചിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് വന്നു. ഈ സ്ഥലം പുള്ളിക്ക് കൊടുത്ത്
2-3 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് അവിടെ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ആ ഭാഗത്തെ സ്ഥലമൊക്കെ അക്വയർ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനും പൊന്നും വില വെച്ചിട്ട് പണം കിട്ടി. ആ പണം കിട്ടിയത് ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ആർജിച്ചതിനേക്കാളും എത്രയോ ഇരട്ടി തുക ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഇദ്ദേഹം ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണ് ആ ദൈവത്തിനോടാണ് പറഞ്ഞത്, എന്നെ എങ്ങനെയും കരകയറ്റണം, ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം ആ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ഉത്സവം, ഒരു ദിവസത്തെ പ്രോഗ്രാം, കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്, വൈദിക ചടങ്ങുകളുള്ള പ്രോഗ്രാം വിധിപ്രകാരം നടത്തുകയായിരുന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട്. അപ്പോൾ അവിടെ അദ്ദേഹം ഉപയോഗിച്ച സങ്കല്പശക്തി, ഒരു പക്ഷേ അദ്ദേഹത്തിനോട് ജ്യോതിഷം പറഞ്ഞു കാണും, നിങ്ങൾ ആ ദൈവത്തിന്, നിങ്ങളുടെ ഗ്രാമദേവത ആ നാട്ടിലെ ദേവനായിരുന്നു, ആ ദേവനോട് നിങ്ങൾ ഇത് ചെയ്യൂ, പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് അദ്ദേഹം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്ഥലം ആ പ്രോജക്റ്റിന് വേണ്ടി എടുത്തു. ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല, ഇതറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യും. ഒരാള് സങ്കല്പിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ വേണം സങ്കല്പിക്കാൻ എന്നൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ ഈ ദേവതകളെ തന്നെ പ്രാർത്ഥിച്ചാൽ മതിയോ? സങ്കല്പിക്കുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. സങ്കല്പിക്കുന്നത് എൻ്റെ അറിവിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയില്ല. അതൊരു പാലാഴിമതനം പോലുള്ളൊരു ചടങ്ങാണ്. 2 പേര് തമ്മിൽ ഇത് ചെയ്തിട്ടാണ്. ഈ ദേവതകളെ ഇത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എനർജി പോയിന്റിനെ സങ്കല്പിക്കണം, ഏതെങ്കിലും ഒരു എനർജി പോയിന്റ്. അപ്പോൾ ഏറ്റവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീനുകളിൽ എത്രയോ വർഷത്തെ പാരമ്പര്യം നമ്മുടെ ജീനുകളിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോ ഇതിലും ആ പാരമ്പര്യം. അപ്പം നമ്മൾ ഏതെങ്കിലും ദേവതകൾ, ഇപ്പം എൻ്റെ കുലദേവത, എൻ്റെ കുടുംബദേവതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിടെ അതിനെ സങ്കല്പം ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആവശ്യങ്ങളാണ് എൻ്റെ സങ്കല്പങ്ങൾ. അത് അവിടെ നിന്ന് അതിൻ്റെതായ റിയാക്ഷൻ ആ ദേവതകളിൽ നിന്നുണ്ടാകും. എന്തുകൊണ്ട്? എൻ്റെ അച്ഛൻ അവിടെ ആരാധിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്നു, എൻ്റെ അപ്പൂപ്പൻ നടത്തിയിരുന്നു, മുതുമുത്തച്ഛൻ നടത്തിയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ റിസൾട്ട് വരും. അങ്ങനെയാണ് ചിലർ പരമ്പരാഗതമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അന്വേഷിച്ച് പോയിട്ട് അവിടെ വഴിപാടുകൾ നടത്തി, ആരെങ്കിലും ജ്യോതിഷക്കാരെങ്കിലും പറയണതായിരിക്കും, വഴിപാടുകൾ നടത്തിയിട്ട് ഇവരുടെ കാര്യങ്ങൾ നടന്നു പോണത്, അവിടെ ആ സങ്കല്പശക്തി വർക്ക് ചെയ്യുക. അപ്പോൾ ആ സങ്കല്പശക്തി പണ്ടേ തന്നെ ആരോ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ശങ്കരാചാര്യർ സ്ഥാപിച്ച ശ്രീചക്രമുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. നമ്മുടെ തിരുപ്പതി ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, പല ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ആ ശ്രീചക്രത്തിൻ്റെ എനർജി വർക്ക് ചെയ്തിട്ടാണ് ഇത്രയും ഫലങ്ങൾ കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പോൾ ശങ്കരാചാര്യർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സങ്കല്പശക്തി വെച്ചിട്ട് അവിടെ ശ്രീചക്രം സ്ഥാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സങ്കല്പശക്തിയെ മാധ്യമമാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. ഇപ്പോൾ മൂകാംബിക ക്ഷേത്രം എത്രയാണ് പ്രശസ്തരായ എത്രയോ പാട്ടുകാർ അല്ലേ, അവിടെ ചെന്ന് ഇത് ചെയ്തിട്ട് ജാതിമത ഭേദമന്യേ, ഇപ്പോൾ അവരുടെ പേരൊന്നും പറയണ്ട, അവർ പരസ്യമായിട്ടുള്ള പറഞ്ഞിട്ടുള്ള, ഞങ്ങൾ മൂകാംബിക ദേവിയുടെ ഇതിലാണ്, നമ്മൾ സരസ്വതി മണ്ഡപത്തിൽ പോയിട്ട് ഞങ്ങൾ കീർത്തനം ചൊല്ലാറുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ശങ്കരാചാര്യർ കൊടുത്ത സങ്കല്പശക്തിയാണ് ആ ക്ഷേത്രത്തിൽ, അതിപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സങ്കല്പശക്തിയിൽ ഇവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കാൻ കാരണം എന്താണ്? ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലും, മൂകാംബിക ക്ഷേത്രത്തിൽ ചെല്ലും, അവിടെ ചെന്ന് ഭജന ഇരിക്കും, അല്ലെങ്കിൽ അവിടെ ഇരുന്നൊരു കീർത്തനം പാടും, ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. കലാകാരന്മാർ, സംഗീതജ്ഞർ, അവർ ചെയ്തിട്ട്, അപ്പോൾ ഈ സങ്കല്പശക്തി ഇവരെ ആരോ അങ്ങോട്ടേക്ക് നയിക്കുകയാണ്. പൊക്കോളാൻ പറഞ്ഞു, അവരവിടെ സറണ്ടർ ചെയ്യുന്നു, അവിടുത്തെ എനർജിയായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോൾ അത് വർക്ക് ചെയ്യും. അപ്പോൾ സങ്കല്പശക്തി അങ്ങനെയാണ്, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പോലെ സങ്കല്പശക്തി വർക്ക് ചെയ്യും. അപ്പം നമ്മുടെ ദേവതകളെല്ലാം ഈ സങ്കല്പശക്തി ഉപയോഗിച്ച് പ്രതിഷ്ഠിക്കുന്നതാണ്. സങ്കല്പശക്തി വെച്ചാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഷടാധാര പ്രതിഷ്ഠ സങ്കല്പശക്തി വെച്ചാണ്. അതിന്റെ റേഡിയസ് ഇത്ര എടുത്താണെന്നുണ്ട്. ആ സങ്കല്പശക്തി നമ്മൾ സങ്കല്പിക്കുകയാണോ? ആ ദേവതകളെ സങ്കല്പിക്കുകയാണ്. ആ ദേവതകൾക്ക് റേഡിയസ് ഇത്ര വേണം, അല്ലെങ്കിൽ അതൊക്കെ അവിടെ ആ ഗ്രാമദേവതയായിരിക്കും, ചിലപ്പോൾ ആ കുടുംബത്തിന്റെ ദേവതയായിരിക്കും, ഗ്രാമദേവതയായിരിക്കും. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം പണ്ട് സാമൂതിരി രാജാവിന്റെ കീഴിലായിരുന്നു അല്ലേ, ആ രാജ്യത്തിന്റെ ഇതായിരുന്നു. ഇപ്പോൾ എടപ്പള്ളി സ്വരൂപത്തിന്റെ ആയിരുന്നു ഇവിടുത്തെ എടപ്പള്ളിയിലെ മഹാഗണപതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എത്രയോ നാനാ ദേശങ്ങളിലുള്ളവർ വരുന്നില്ലേ, പഴവങ്ങാടി ഗണപതി അവിടുത്തെ പട്ടാള ക്യാമ്പിലെ ഗണപതിയാണെന്ന് പറയുന്നു. ഇപ്പോൾ എത്രയോ ആൾക്കാർ അവിടെ പഴവങ്ങാടിയിൽ വരുന്നു അല്ലേ. അവിടുത്തെ അത് ഒരു അവിടെ താമസിച്ചിരുന്നവരല്ലേ, അവിടെ നിന്ന് താമസിച്ച് വിദേശത്ത് പോയവരുടെ ഒക്കെ വന്നു. ഒന്നും വേണ്ട, ആറ്റുകാൽ ദേവി. ആറ്റുകാൽ ദേവി അവിടുത്തെ ആ നാട്ടിലെ ഒരു ദേവിയായിരുന്നു. പക്ഷേ ഇപ്പൊ എവിടെയാ? ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് 7 ഭൂഖണ്ഡങ്ങളിലും പൊങ്കാല ഇടുന്നുണ്ട് അതേ സമയത്ത്. അതെ. അപ്പോൾ അത് അന്താരാഷ്ട്രമായി. ദേവി എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം വർദ്ധിച്ചു. ആ ചൈതന്യം വർദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ ആദ്യം ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചു. ആദ്യം ഒരു ബൾബായിരുന്നു, പിന്നെ അത് ട്യൂബാക്കും, പിന്നെ സോഡിയം വേപ്പർ ലാമ്പാക്കും, പിന്നെ പല രീതിയിലുള്ള ഫ്ലഡ് ലൈറ്റുകളാകുന്നു എന്ന് പറയുന്ന പോലെ ഈ എനർജി എപ്പോഴും അതിന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കും. സങ്കല്പശക്തി ദേവതകളുള്ളതാണ്. ഇപ്പോൾ ചോറ്റാനിക്കര ആ ഗ്രാമത്തിലെ ആയിരുന്നു.
ഇപ്പം എത്രയോ പേര് വരുന്നു, എറണാകുളത്തപ്പൻ അല്ലേ, എത്രയോ കാര്യം. ഇപ്പം ഞങ്ങളുടെ കൊച്ചിയിൽ തിരുമല ദേവസ്വം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് ഞങ്ങൾക്ക്. അത് വിജയനഗര സാമ്രാജ്യത്തിലെ ലാസ്റ്റ് രാജാവ് കൃഷ്ണദേവരായരായിരുന്നു തോന്നുന്നു, അദ്ദേഹം ആരാധിച്ചിരുന്ന ക്ഷേത്രമാണ്. അദ്ദേഹം തിരുപ്പതി ദേവരുടെ ഭക്തനായിരുന്നു. ആ ദേവരുടെ ഭക്തനായിട്ട് അവസാനം അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാൻ പറ്റാതെ, അന്ന് മലയൊക്കെ കയറി പോകണം, പറ്റാത്ത സമയത്ത് സ്വപ്നത്തിൽ വന്നിട്ട് പറയാം, നിനക്കൊരു വിഗ്രഹം പണിയാനായിട്ട് ഞാനൊരു ശില്പിനെ അയക്കുന്നു എന്ന് പറഞ്ഞ് ശില്പി അയച്ചിട്ട് ഒരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം പണിത് കൊടുത്തിരിക്കുക. പിന്നെ വിജയനഗര സാമ്രാജ്യം അഗ്നിബാധയാൽ നശിക്കുകയായിരുന്നില്ല. അപ്പോൾ ഒരു സ്വാമിജിക്ക്, വിജയൻ്റെ സ്വാമിക്ക് സ്വപ്ന ദർശനം കിട്ടിയിട്ടാണ് ആ വിഗ്രഹം കിട്ടുന്നത്. അദ്ദേഹം എന്നിട്ട് വന്ന് കൊച്ചിയിൽ 1500, 1600, 1550, 60കളിലാണ് ഇവിടെ കൊണ്ടുവന്ന് ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു കൊച്ചി ക്ഷേത്രത്തിൽ. അപ്പോൾ ആ കൊച്ചി ക്ഷേത്രത്തിൽ ഭുവനേന്ദ്രവൃത്ത സ്വാമി, ഞങ്ങളുടെ ഇത് വെച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം 150, 200 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ഒരു പ്രത്യേക പൂജാവിധാനം ഉണ്ടാക്കി. കാര്യം ആ വിഗ്രഹം എവിടെ ഇരുന്നാലും 60 വർഷത്തിനുള്ളിൽ ഈ വിഗ്രഹം നാട് ചുറ്റും. പല ആക്രമണങ്ങൾ, പോർച്ചുഗീസ്, ഡച്ച്, ഇതിങ്ങനെയൊക്കെ ആയിട്ട് ആ വിഗ്രഹം പല സ്ഥലങ്ങളിൽ, ഉദയംപേരൂർ, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ലാസ്റ്റ് ആലപ്പുഴ പോയി, ചക്രൻ തമ്പുരാൻ ഡച്ചുകാരെ മറ്റും ആക്രമിച്ച് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ പോയത്. ആലപ്പുഴ പോയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ആ ഭുവനേന്ദ്രവൃത്ത സ്വാമി എന്ന് പറയുന്ന സ്വാമി ഒരു പൂജാക്രമം ചിട്ടപ്പെടുത്തി അവിടെ, എന്നിട്ടൊരു സങ്കല്പം ചെയ്തു. അപ്പോൾ അവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, വർഷത്തിൽ 2 ഉത്സവമാണ് അവിടെ, വൃശ്ചികത്തിലും മേടത്തിലും. അവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ ആ ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ തന്ത്രി മുഖ്യൻ അനൗൺസ് ചെയ്യും, ആചാര്യനോ തന്ത്രിയോ മറ്റോ, പല സ്ഥാനങ്ങളുണ്ട് വാദ്യമാർക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് ആരെങ്കിലും സൂര്യ ഉദയത്തിന് ശേഷം പോയി കഴിഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ച് വീട്ടിൽ ആ സ്ഥലത്തെത്തണം. അത് അവിടെ സങ്കല്പം ചെയ്തിരിക്കുകയാണ് പ്രതിഷ്ഠയുടെ സമയത്ത്. അതുപോലെ അവിടെ വരുന്നവർക്ക് നമ്മുടെ ആൾക്കാരായിരുന്നില്ല, അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കൊടുത്തിരിക്കണം. അതൊക്കെ ഇങ്ങനെ സങ്കല്പം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് ശക്തി ഇത് ചെയ്യും. ഇപ്പോൾ തിരുപ്പതിയിലെ സങ്കല്പം എന്താ, അവിടെ ചെല്ലുന്ന എല്ലാവർക്കും പ്രസാദം കൊടുക്കണം. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രസാദം കിട്ടാണ്ട് ഒരാൾ പോലും പുറത്തു വരികയില്ല. പോയിട്ടുണ്ടോ തിരുപ്പതിയിൽ? ഇല്ല. എന്തെങ്കിലും പൊങ്കൽ, പാൽപ്പൊങ്കലായിരിക്കും, ശർക്കര പൊങ്കലായിരിക്കും, പുളിഹോരയായിരിക്കും, ഇല്ലെങ്കിൽ ചെറിയ ലഡ്ഡു പോലും അവിടെ കിട്ടും ഫ്രീ ആയിട്ട്. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അത് കൊടുത്ത് ആ സങ്കല്പം, ആ പ്രതിഷ്ഠയുടെ അവിടെ അന്ന് തന്നെ കൊടുത്തിരിക്കുക. ആ സങ്കല്പശക്തി, ആ സങ്കല്പശക്തിയിൽ എന്തൊക്കെയാണോ നമ്മൾ വാഗ്ദാനങ്ങൾ വെച്ചിരിക്കണം, ആ ദേവതയുടെ ആ ആൾമേറ്റിൽ, ആ യൂണിവേഴ്സൽ പവറിനെ അവിടെ ഒരു രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുക. അതിലെന്തൊക്കെയാണോ നമ്മൾ വാഗ്ദാനങ്ങൾ വെച്ചിരിക്കണം, ആ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് റിസൾട്ടുകൾ ഉണ്ടാകും. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ചിലയിടത്തൊക്കെ ഇപ്പോൾ പ്രസാദം കിട്ടുന്നുണ്ട്, ചിലയിടത്ത് അത് കിട്ടുന്നില്ല.